ബിനോയ് വിശ്വത്തെ അധിക്ഷേപിച്ച് CPM നേതാവ് പാലക്കാട് സംസാരിച്ചിരുന്നു. അതിലുള്ള മറുപടിയാണ് ഇനി കാണാൻ. തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ പാലക്കാട് ജില്ലയിൽ വളരെ ഐക്യത്തോടെ 1-2 പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രധാനമായും അദ്ദേഹം പ്രതിപാദിച്ചത് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു, 5 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. കഴിഞ്ഞ തവണ ഒരു പ്രാദേശിക സഖാക്കളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പാർട്ടി അതിന് അനുവാദം കൊടുത്തത് സത്യമാണ്. അത് ഞങ്ങൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞതുമാണ്. അതിനെതിരെ ഇത്രയേറെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പ്രതിപാദിക്കേണ്ട ഒരു കാര്യവും അതിനകത്തില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മാനസിക വിഭ്രാന്തിയുണ്ട്. അത് അദ്ദേഹം CPIM-ന്റെ ജില്ലാ നേതൃത്വമാണ് അദ്ദേഹത്തിന് അതിനെ തടയിടേണ്ടത് എന്നുള്ളതാണ് പറയാൻ. ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്നതിനാൽ CPIക്ക് ജയിക്കാൻ കഴിയില്ല. അതൊന്നും കഴിഞ്ഞ തവണ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് 3-4 പഞ്ചായത്തുകൾ സുഖമായി ജയിച്ചു വന്നല്ലോ. ഈ ജില്ലയിൽ തന്നെ ജയിച്ചു വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തവണ 43 പഞ്ചായത്തുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട സാഹചര്യം. എന്നാൽ ഇത്തവണ വളരെ ഐക്യത്തോടു കൂടി ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയ്ക്ക് വളരെ ഐക്യത്തിൽ നേരിയ നമ്പറിൽ മാത്രമാണ്. അത് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഈ ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ പോരടിച്ചാൽ അതാണ് ആ പറഞ്ഞ സഖാവിനെ തിരുത്തേണ്ടത് CPIM-ന്റെ ജില്ലാ നേതൃത്വമാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവിടെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷ ഐക്യം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പാലക്കാടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വില കുറഞ്ഞ രാഷ്ട്രീയ നിലവാരമില്ലാത്ത ഒരു വാദപ്രതിവാദം നടത്തുന്നത് തികച്ചും ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് ഗുണകരമല്ല. പ്രത്യേകിച്ച് മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിവാദം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ട് സഖാവ് ബിനോയ് വിശ്വത്തിനെ ആർക്കും അറിയാത്തത്? ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആരാധനായിട്ടുള്ള സെക്രട്ടറിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു വില കുറഞ്ഞ ഒരു പ്രസ്താവന നടത്തിയത് ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ, വില കുറഞ്ഞ നിലവാരമില്ലാത്ത വാദപ്രതിവാദം അതിനൊന്നും താല്പര്യമുണ്ട്. ഒരു ആ ചരിത്രവും പാരമ്പര്യവും അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ ചരിത്രവും CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതായത് നേരത്തെ CPM നേതാവ് ബിനോയ് വിശ്വത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു 4-അംകിട രാഷ്ട്രീയ നേതാവാണ് എന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു. അതിന് മറുപടിയായാണ് ഇപ്പോൾ സുമലത മോഹൻദാസ് സംസാരിച്ചത്. അവർ പറയുന്നത് ചില കാരണങ്ങളാൽ, രാഷ്ട്രീയ കാരണങ്ങളാൽ പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട് CPIക്ക്. പക്ഷേ അത് നേരത്തെ ഉള്ളതിനേക്കാൾ കുറഞ്ഞ നമ്പറാണ് എന്നുകൂടി അവർ പറയുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ബിനോയ് വിശ്വത്തെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം.